നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് അന്നവർ പൊതുസമൂഹത്തിന് മുൻപിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇതാ ഇപ്പോൾ വരുന്നു. ഗ്രൂപ്പ് യോഗം രഹസ്യമായി ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കെ.സി. വേണുഗോപാലിനെ ശക്തനാക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്ത് പറഞ്ഞാലും എന്തൊക്കെ ചർച്ചകൾ നടത്തിയാലും അവരുടെ പൊതു സ്വഭാവം അത് കാണിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ഗ്രൂപ്പുകളും ഗ്രൂപ്പ് വഴക്കുകളും ഒന്നുമില്ലാതെ കോൺഗ്രസ് എന്ന സംവിധാനത്തിന് നിലനിൽപ്പില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ, അണികളെക്കാൾ കൂടുതൽ നേതാക്കളുള്ള പാർട്ടിയാണ്. അപ്പോൾ നേതാക്കൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ രീതിയിൽ ഗ്രൂപ്പ് സംഘങ്ങളും ഗ്രൂപ്പ് യോഗങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കോഴിക്കോടും സംഭവിച്ചത് അതുതന്നെയാണ്. ഏത് വിധേനയും കേരളത്തിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്ന കെ.സി. വേണുഗോപാലിൻ്റെ വലിയ നീക്കങ്ങൾ നമുക്കറിയാം. അതിൻ്റെ ഒരു തുടർച്ചയാണ് ആ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്നത്. മേഘ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. മേഘ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഒരു വശത്ത് ഹൈക്കമാൻഡ് പ്രതിനിധിയുമായി ഘടകകക്ഷികളൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ പരാതികളാണ് ആ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഘടകകക്ഷി നേതാക്കൾ. അതായത് കോൺഗ്രസ് നേതാക്കളുടെ പരസ്പരമുള്ള തമ്മിൽ തല്ല്, അവരുടെ ഗ്രൂപ്പ് കളി, ഗ്രൂപ്പ് വിരോധം, ഇതൊക്കെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുന്നു എന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത്. അതങ്ങനെ നിൽക്കുമ്പോഴാണ് മറുവശത്ത് സംഘടനാ ചുമതലയുള്ള എ.ഐ.സി.സിയുടെ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന് വേണ്ടി രഹസ്യ യോഗങ്ങൾ കോഴിക്കോട് ചേരുന്നത്. മനു, കഴിഞ്ഞ ദിവസമാണ് അതായത് ടി സിദ്ദിഖ് ജില്ലയിലെ തന്നെ പ്രമുഖ നേതാക്കളാണ് ഇത്തരത്തിലൊരു രഹസ്യ യോഗത്തിന് ചുക്കാൻ പിടിച്ചത് എന്ന് തന്നെയാണ് ജില്ലയിലെ മറ്റ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പറയുന്നത്. കെ.സി. അബു, DCC പ്രസിഡന്റായിരുന്ന കെ.സി. അബു തന്നെയാണ് KPCC പ്രസിഡന്റിന് പരാതി അയക്കുന്നത്. അതായത് KPCC ജനറൽ സെക്രട്ടറി PM നിയാസും വർക്കിംഗ് പ്രസിഡന്റുമായ ടി സിദ്ദിഖും രഹസ്യ യോഗം വിളിച്ചു ചേർത്തു എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. പരാതിക്ക് പിന്നാലെയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഒരു 2 അംഗ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നതാണ് ഈ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചതിന് പിന്നാലെ DCC പ്രസിഡന്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഉൾപ്പെടെ പറയുന്നത്. അത് നമുക്ക് കോൺഗ്രസ് നേതാക്കളോട് അന്വേഷിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ അങ്ങനെയാണ് രഹസ്യയോഗം ചേർന്നത് എന്ന് തന്നെയാണ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത് എന്നതാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വരുന്ന വിവരങ്ങൾ. അതായത് ദേശീയ നേതാവാണ് കെ.സി. വേണുഗോപാൽ എന്ന തരത്തിൽ പരക്കിയ ഒരു ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട്. അതായത് കേരളത്തിലേക്ക് കെ.സി. വേണുഗോപാലിന് അത്തരത്തിൽ വലിയ വേരുകൾ ഇല്ല എന്നതാണ് പലയിടങ്ങളിലായി കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. അതിനൊരു മാറ്റം വരുത്തുക എന്നതാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ.സി. വേണുഗോപാലിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിച്ചത് എന്നതാണ്. സാദരിക്കോയ പുരസ്കാരം ടി സിദ്ദിഖിന് വരുന്ന ദിവസം വിതരണം ചെയ്യും. ആ ചടങ്ങിൽ കെ.സി. വേണുഗോപാലിനെ തന്നെ അതിഥിയായി വിളിച്ചതും ഇത്തരത്തിലൊരു ലക്ഷ്യം മുൻപിൽ കണ്ടാണ് എന്നതാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് പക്ഷേ ഈ വിഭാഗം പറയുന്ന ഒരു കാര്യം എന്നത് ഇത്തരത്തിൽ ഗ്രൂപ്പ് യോഗങ്ങൾക്ക് എല്ലാ കാലത്തും എതിരാണ് കെ.സി. വേണുഗോപാൽ. ഇത്തരത്തിലൊരു ഗ്രൂപ്പ് യോഗം നടന്നു എന്ന വാർത്ത പുറത്തു വന്നാൽ കെ.സി. വേണുഗോപാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വന്നത് എന്നതാണ്. പക്ഷെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഈ പരാതിയുമായി രംഗത്ത് വരുന്നത് തന്നെ കോൺഗ്രസിലെ ജില്ലയിലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രമുഖ നേതാവ് DCC പ്രസിഡന്റായിരുന്ന കെ.സി. അബു ആണ്. ഏതായാലും വലിയ പരാതിയും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് യോഗത്തിന് പിന്നാലെ ഉയരുന്നത്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കെ.സി. അബു ആണോ ഇത് ഇവിടെ ചേർന്നത്? ഗ്രൂപ്പ് യോഗമാണ് ഇത്. കെ.സി. വേണുഗോപാലിന്റെ താല്പര്യപ്രകാരമാണ് ആ യോഗം വിളിച്ചു ചേർത്തത് എന്ന ഗൗരവതരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ.സി. വേണുഗോപാലാണ് KPCC പ്രസിഡന്റിന് പരാതി അയക്കുന്നത്. അങ്ങനെയാണ് സുധാകരൻ DCC പ്രസിഡന്റായ പ്രവീൺ കുമാറിനോട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം, ഉടൻ തന്നെ അന്വേഷിക്കണം, റിപ്പോർട്ട് തേടണമെന്ന നിർദ്ദേശം നൽകിയത്. അതിന് പിന്നാലെയാണ് യോഗം നടന്നു എന്ന് കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു അന്വേഷണ കമ്മീഷനെ കൂടി കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. ആ 2 അംഗ കമ്മീഷനെ അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദിനേശ് മൽപൂർ. 2 പേരാണ് ഈ അന്വേഷണ കമ്മീഷൻ ഉള്ളത്. ഈ കമ്മീഷനിൽ വെച്ചിരിക്കുന്ന ആളുകൾക്ക് നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷൻ എന്നതാണ് പറയുന്നത്. യോഗം നടന്നിട്ടില്ല. ഈ യോഗം കെ.സി. വേണുഗോപാലിന് വേണ്ടിയിട്ടാണല്ലോ ഈ യോഗം ചേർന്നത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ഹൈക്കമാൻഡിലെ ശക്തനായ കെ.സി. വേണുഗോപാലിനെ ഇഷ്ടപ്പെടുന്നവർക്കെതിരെ ഒരു നടപടിയെടുക്കാനുള്ള കെൽപ്പ് ഈ പറയുന്ന അന്വേഷണ കമ്മീഷനോ അതല്ലെങ്കിൽ
DCC നേതൃത്വത്തിനോ എന്തിന് കെ സുധാകരന് പോലും ഉണ്ടാകുമോ? നമ്മൾ ആ രീതിയിൽ കൂടി അത് പരിഗണിക്കേണ്ടതല്ലേ? മനു, അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്നത് അത് വെറും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മുഖം രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു നടപടി എന്ന് വേണം മാത്രം കരുതാൻ. കാരണം KC വേണുഗോപാൽ വരെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം ഇപ്പോൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വെറും പ്രഹസനമാണ് എന്നൊരു മറ്റൊരു ഭാഷ വേണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതായത് ഈ അന്വേഷണ കമ്മീഷൻ കൊണ്ടുവന്നൊരു കാര്യമില്ല എന്നത് വ്യക്തമാണ്. അത്തരത്തിലൊരു യോഗം നടന്നിട്ടില്ല, അതെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള യോഗമായിരുന്നു എന്ന് പുറത്ത് മാധ്യമങ്ങളോട് പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. അല്ലെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണ കമ്മീഷൻ കോൺഗ്രസിന്റെ പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പല തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണങ്ങളൊന്നും എവിടെയും എത്തിയില്ല. അതുപോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ കമ്മീഷൻ എന്നതും വ്യക്തമാണ്. ഏതായാലും KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന ഒരു കമന്റ് കൂടി ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയില്ല. കാരണം അതൊരു പേരിന് മാത്രം വേണ്ടി പ്രഖ്യാപിച്ച ഒരു കമ്മീഷനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും KC വേണുഗോപാലിനു വേണ്ടി അതിൽ സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് T സിദ്ദിഖിനെ പോലെ ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ്, കോൺഗ്രസിൽ നിന്ന് തന്നെ വരുന്ന വാർത്തയാണ്. അതായത് T സിദ്ദിഖും KC വേണുഗോപാൽ വിഭാഗവും ലയിക്കുന്ന രീതിയിലേക്കാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ഗ്രൂപ്പ് യോഗം നടന്നത് എന്നതാണ്. ഏതായാലും വരും സമയങ്ങളിൽ KC വേണുഗോപാലിനെ എങ്ങനെ ശക്തനാക്കി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി തന്നെ നിലനിർത്താം എന്നതാണ് ഈ യോഗത്തിന്റെ അജണ്ട എന്നതാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഏതായാലും അത് അങ്ങനെ മുന്നോട്ട് പോകട്ടെ. നമുക്ക് നോക്കാം ഈ അന്വേഷണ കമ്മീഷൻ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തുമോ? പതിവുപോലെ തന്നെ KPCC നമുക്കറിയാം, KPCC എത്രയോ അന്വേഷണ കമ്മീഷനുകളെ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകൾ നമ്മുടെ ഇന്ദിരാഭവന്റെ ഓഫീസിന്റെ മച്ചുംപുറത്ത് ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ഇതും അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകില്ല എന്നതും വളരെ വ്യക്തമായ കാര്യം തന്നെയാണ്. ഏതായാലും പരസ്യ പ്രതികരണങ്ങൾ തൽക്കാലത്തേക്കില്ല എന്ന് മാത്രമേ കോൺഗ്രസിനുള്ളിലെ വെടിനിർത്തലിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ അണിയറ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ പോകുന്നുണ്ട്. അത് ഈ ഗ്രൂപ്പുകളെയും ഗ്രൂപ്പ് പ്രവർത്തനവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ഒരിക്കൽ കൂടി നമ്മളോട് പറയുകയാണ്.